നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഒരു പുതിയ തീരുമാനം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പുതിയ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? എൻ്റെ ജീവിതം എന്ന് മാറും എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സത്യത്തിൽ നമ്മുടെ വിധി മാറുന്നത് നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിലൂടെയാണ്. അത് കറക്റ്റ് അല്ലേ? ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ ധൈര്യം, അത് നിങ്ങളുടെ നാളെയോ മാറ്റാൻ പോകുന്ന വലിയൊരു ശക്തിയാണ്. നമ്മുടെ ജീവിതം വീണ്ടും തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം നാളെയോ മറ്റന്നാളോ അല്ലാതെ ഇന്നലെ ആയിരുന്നോ? അതൊന്നുമല്ല, അത് ഇന്നാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, പഴയ കാര്യങ്ങൾ മറക്കണം. അതായത് പലപ്പോഴും നമ്മൾ തളർത്തുന്ന തരത്തിലുള്ള, അതായത് പലപ്പോഴും നമ്മളെ തളർത്തുന്നത് നമ്മുടെ കഴിഞ്ഞ കാല ഓർമ്മകളാണ്. പണ്ട് എനിക്ക് പറ്റിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ തുടങ്ങായിരുന്നു, എല്ലാവരും എന്നെ കളിയാക്കി, അല്ലാന്നുണ്ടെങ്കിൽ ഇനി എല്ലാവരും എന്നെ കളിയാക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പഴയ കാര്യങ്ങളിൽ തള്ളി നിൽക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ തങ്ങി നിൽക്കുന്നതെന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പഴയ സങ്കടങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം മാറുമോ? ഇല്ലല്ലോ. ഇന്നലത്തെ സങ്കടങ്ങൾ അവിടെ നിൽക്കട്ടെന്നേ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഈ നിമിഷത്തെ സ്നേഹിക്കാനും ഉപയോഗിക്കാനും പഠിക്കുകയാണ് വേണ്ടത്. പഴയത് ആവർത്തിക്കുന്നതിലല്ല, പുതിയത് തുടങ്ങുന്നതിലാണ് പ്രധാന കാര്യം. പിന്നെ ജീവിതം ഒരു മനോഹരമായ ചിത്രമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ പലരുടെയും വിചാരം ജീവിതം ഒരു നേർരേഖയാണെന്നുള്ളതാണ്. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് ജീവിതം ഒരു നേർരേഖയല്ല, അതൊരു മനോഹരമായ ചിത്രം പോലെയാണ്. പലതരം നിറങ്ങളും ചെറിയ തെറ്റുകളും വലിയ സന്തോഷങ്ങളും, ചിലപ്പോൾ ചെറിയ സന്തോഷമാവും. ഓക്കെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതെല്ലാം ചേർന്നൊരു ചിത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ജീവിതം പെർഫെക്റ്റ് ആകണമെന്ന് നിർബന്ധം പിടിക്കരുത്. പകരം ഓരോ നിമിഷവും അനുഭവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഉള്ളിലെ ഒരുപാട് കഴിവുകളുണ്ട്. അത് പുറത്തെടുക്കാൻ ഈ നിമിഷം നിങ്ങൾ തയ്യാറാകണം. ഈ ലോകത്ത് നിങ്ങൾ എവിടെയായിരിക്കണമെന്ന് പ്രപഞ്ചം തീരുമാനിച്ചുവോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം നിശ്ചയിച്ചുവോ, അവിടെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ധൈര്യത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചുവടെടുത്ത് വെക്കുക, അത്ര തന്നെ. തുടങ്ങാൻ വൈകിപ്പോയി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണോ അവിടെ നിന്ന് തുടങ്ങുക. നിങ്ങൾ നിങ്ങളുടെ വിധി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തണം. ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അയാൾ അത് പറഞ്ഞ് ഇയാൾ ഇത് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾക്കായി ഒരു പുതിയ തുടക്കം കുറിക്കും. ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്. ആ അവസരം നിങ്ങൾ ഇന്ന് തന്നെ ഉപയോഗിക്കാം. എന്തിനാണ് നാളത്തേക്ക് മാറ്റി വെക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച. നോർമലി ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കുമോ? 1-ാം തീയതി തുടങ്ങാം. പുതിയ വർഷമാണ്, ഫ്രഷ് ആയിട്ട് തുടങ്ങാം. അവിടെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മടിച്ചു നിൽക്കാതെ ഭയമില്ലാതെ മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ ജീവിതം വീണ്ടും തുടങ്ങാൻ ഇതാണ് ഏറ്റവും നല്ല ദിവസം. ഇന്നാണ്. നാളെയോ മറ്റന്നാളോ ഒന്നല്ല, ഇന്നാണ്. ഈ വർഷം നിങ്ങളുടെ ജീവിതം മാറും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കണേ. ഈ ഒരു പുതിയ യാത്രയിൽ നമുക്ക് ഒന്നിച്ചു മുന്നേറാം.